നമസ്കാരം, ഏവർക്കും വൺ സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ മറ്റൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. അവസാനം എനിക്ക് തോന്നി ഒരു വെളിച്ചപ്പാടിനെ പോലെ കൈവിട്ടു പോയോ എന്ന് തോന്നി അവസാനമായപ്പോഴേക്കും. ഞാനിപ്പോ കുറച്ചു നേരം രജനീകാന്തിന്റെ കുട്ടിക്കാലം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ചേട്ടനെ തൊട്ടോക്കിക്കോട്ടെ. തൊട്ട് നോക്കാം, ഇങ്ങോട്ട് വന്നാണ് പോരെ. ഇനി എനിക്കൊരു കിസ് തന്നെ. ഓക്കെ, അപ്പൊ നിനക്ക് എന്നടാ ഫ്ലാറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ മഞ്ച് സ്റ്റാർ സിംഗറിലെ പിള്ളേരുമായിട്ട് ഒരല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് സ്വാഗതം ചെയ്യാം our permanent panel of judges, Venu uncle, Sujata aunty, and നമ്മുടെ മഞ്ച് ഫ്രണ്ട് രമേശ് പിഷാരടി. മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ വിന്നറിന് ലഭിക്കാൻ പോകുന്നത് ഫ്ലേവർ ലൈൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന 50 lakh worth ഫ്ലാറ്റ്. നമ്മുടെ 9th സ്റ്റേജ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. 9 ബ്യൂട്ടിഫുൾ കണ്ടസ്റ്റൻസുമായി. ഈ സ്റ്റേജിലെ റൗണ്ട്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. വിനു അങ്കിൾ, ഈ സ്റ്റേജിൽ നമ്മൾ 2 റൗണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ നമ്മുടെ അർജുനൻ മാസ്റ്ററിന്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു റൗണ്ടാണ് ആദ്യത്തേത്. സെക്കൻഡ് റൗണ്ട് performance oriented Tamil Kondattam round. Thank you judges. So ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷനിൽ ആദ്യമായി പാടാൻ വരുന്നു അർജുനൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് പാർവതി സോമൻ. ഹായ് പാർവതി. ഹായ്. ലുക്കിംഗ് വെരി പ്രിറ്റി. താങ്ക് യു. അർജുനൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് അല്ലേ? അതെ അതെ. ഏത് പാട്ടാ? ശാന്ത ഒരു ദേവത എന്ന ഫിലിമിലെ നിലവിളക്കിൻ തിരുനാളം പറഞ്ഞ സോങ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിലവിളക്കിൻ തിരുനാളമായി വിടർന്നു നിറകതിർ ചൊരിയുമെൻ ഹൃദയം.
പാർവതി നമ്മുടെ 9th ഏജിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. എങ്ങനെ തോന്നുന്നു പാടിയിട്ട്? കുഴപ്പമില്ലായിരുന്നു. നമുക്ക് കുഴപ്പമുണ്ടോ ജഡ്ജസ് ചോദിക്കാം. സുജാൻറ്റി, ആദ്യം തന്നെ ഈ അർജുൻ മാസ്റ്ററിന്റെ ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് എണീറ്റിട്ട് ഒരു നമസ്കാരം പറഞ്ഞോട്ടെ മാസ്റ്ററിന്. എന്താന്ന് വെച്ചാ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ ആയത്, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണമെങ്കിൽ അതിന് കാരണം മാസ്റ്ററാണ്. എന്റെ ആദ്യത്തെ പാട്ട് 12 വയസ്സില് ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന സിനിമയില് ജയഭാരതിക്ക് വേണ്ടി കണ്ണെഴുതി തൊട്ട് കല്ലുമാല ചാർത്തിയപ്പോൾ കണ്ണാന്തളിപ്പൂവിനെന്തു നാണം. മാസ്റ്റർ ഒരു റിസ്ക് എടുക്ക, ശരിക്കും റിസ്ക് തന്നെയായിരുന്നു അല്ലെ, എത്രയും ഒരു കൊച്ചുകുട്ടിക്ക് ജയഭാരതിക്ക് വേണ്ടി പാട്ട് കൊടുക്കാന്ന് പറഞ്ഞ്. പക്ഷെ മാസ്റ്റർ ആ ഒരു റിസ്ക് എടുത്തു. അത് കാരണം എനിക്ക് നല്ലൊരു പാട്ട് കിട്ടി, ഈ രംഗത്തേക്ക് എനിക്ക് ഒരു എൻട്രി കിട്ടി. അത് ഏറ്റവും ഡിഫിക്കൽട്ട് ഒരു സിംഗറിന്. സോ മാസ്റ്ററിനെല്ലാ മനസ്സ് നിറഞ്ഞ നന്ദിയും പറയുന്നു ഈ അവസരത്തില്. ഇനി പാർവതിക്കുട്ടിയുടെ പാട്ട് അസാധ്യം. എസ്പെഷ്യലി ഏത് ലൈൻസാന്ന് വെച്ചാ മോളുടെ ഒരു ആ സിംഗിങ് കേപ്പബിലിറ്റി എടുത്തു കാണിച്ച ലൈൻസ്, ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി ഞങ്ങളെ, അത് ആ ഞങ്ങളയുടെ ഒരു കുനിപ്പുണ്ട് അവിടെ, ഒന്ന് പാടി കേൾപ്പിച്ചു കൊടുക്കുക. ആ സ്ഥലം എന്താന്ന് മനസ്സിലാട്ടെ ആൾക്കാർ. ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി ഞങ്ങളെ അനുഗ്രഹിക്കൂ. അതാണ് ആ സ്ഥലമാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അതുവരെ ശ്വാസം വന്നിട്ട് ആ ഞങ്ങളേലേക്ക് ആ ശ്രുതി ചേർന്ന് പോണതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് പാടുമ്പോ 2-3 കാര്യം ശ്രദ്ധിക്കാനുള്ള. ഫസ്റ്റ് ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ ഒരു വരം കുറച്ച് ലിറിക്സ് കുറച്ചൊരു കുഴഞ്ഞുപോയി, കുറച്ചൊരു നെയ്സലായിരുന്നു ആ സ്ഥലം, അതുകൊണ്ടാണ്. അതർവൈസ് ബാക്കിയൊക്കെ എക്സലന്റ് ആയിരുന്നു പാർവതി. താങ്ക് യു സുജാൻറ്റി. വേണു അങ്കിൾ? ആദ്യം അർജുന മാസ്റ്റർക്ക് ഒരു വലിയൊരു പ്രണാമം. സംഗീതരുടെ ഇടയിലൊരു മുനിയാണ് അർജുൻ മാസ്റ്റർ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, തരങ്ങിണി സ്റ്റുഡിയോയില് ONV സാറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കാണാനഴകുള്ള മാണിക്യക്കുയിലെ, അദ്ദേഹം വളരെ മൃദുവായിട്ട് എനിക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ശരിക്കും നേരിൽ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങള് എല്ലാരും കണ്ടസ്റ്റൻസ് എല്ലാരും കാണാൻ പോയി. ശരിക്കും പറഞ്ഞ ഒരു വലിയ ഭാഗ്യമാണ് അത്. അദ്ദേഹത്തിന് കൂടെ കുറച്ച് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ അദ്ദേഹത്തിന് അവരുടെയൊക്കെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന എപ്പോഴും മോളെ അതൊക്കെ വളരെ എന്താ പറയുന്നത്, സംഗീത രംഗത്ത് നിങ്ങളൊക്കെ തുടക്കമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ വളരെ എപ്പോഴും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ, ഇവരുടെയൊക്കെ സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു. മോളുടെ അസാധ്യമായിട്ട് മോള് പാടിയിരുന്നു, വളരെ നന്നായിട്ട് പാടിയിരുന്നു. പിന്നെ മോള് ഈ ചെറിയ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് വളരെ മോളുടെ ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്ന സുജു പറഞ്ഞു, ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ഈ സ്നേഹാങ്കണം അലങ്കരിക്കൂ. ആ പോർഷൻ ദാറ്റ് ഇസ് എക്സലന്റ് കേട്ടോ. അത് മതി, പാർവതി എന്നൊരു പാട്ടുകാരി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു പോർഷൻ മതി. നന്നായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. താങ്ക് യു വേണു അങ്കിൾ ആൻഡ് പാർവതി. നമുക്ക് രമേശ് ചേട്ടനോട് ചോദിക്കാം. പാട്ടിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, എങ്കിലും ഇപ്പം ഇവിടെ പറഞ്ഞു കേട്ടിടത്തോളം ഈ അർജുനൻ മാഷ്ക്ക് പള്ളുരുത്തി പൗരാവലി അദ്ദേഹത്തിന്റെ നാട്ടില് സ്വീകരണം കൊടുത്തപ്പം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു ഗാനമേള ഉണ്ടായിരുന്നു. പ്രസ്തുത വേണൂരിനൊക്കെ ഉണ്ടായിരുന്നു. ആ ഗാനമേളയുടെ അവതാരകനായിരുന്നു ഞാൻ പള്ളുരുത്തിയില് അന്ന്. അപ്പൊ എനിക്കും അങ്ങനെ ഇതുമായി ബന്ധപ്പെടാൻ പറ്റി. പിന്നെ ഒരു സന്തോഷം തോന്നുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ തമിഴ് കൊണ്ടാട്ടം അല്ലെങ്കിൽ അതുപോലുള്ള റൗണ്ടുകൾ ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇതുപോലുള്ള പരിപാടികൾ ഇതുപോലുള്ള റൗണ്ടുകൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒരു വലിയ വിഭാഗത്തിന്, ഒരു വലിയ തലമുറയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാതെ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചു നേരം നിൽക്കാനും തിരിഞ്ഞു നോക്കാനും വലിയ പ്രതിഭകളെ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കൂടി ആകുന്നുണ്ട് ഇതുപോലുള്ള റൗണ്ട്. അതിന് ഈ മഞ്ചിന്റെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ പാട്ട് കേൾക്കുമ്പോ ശരിക്കും നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ റെക്കോർഡ് പാട്ട് വയ്ക്കും. ഏത് ചിത്രചേച്ചി പാടിയാലും ആര് പാടിയാലും എല്ലാവരുടെയും സൗണ്ട് ഒരുപോലെ ഇരിക്കുന്ന കോളമ്പികൾ കിട്ടുമായിരുന്നു. ആര് പാടിയാലും ഒരുപോലെ ഇരിക്കും. അതിലൊക്കെ ദൂരെ നിന്ന് അമ്പലത്തിൽ പാട്ട് വെച്ച് കേൾക്കുന്ന പോലത്തെ ഒരു സുഖം ഉണ്ടായിരുന്നു ഫുൾ ടൈം ഈ പാട്ടിന്. പാട്ട് വളരെ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ പാർവതി നമുക്ക് മാർക്സ് ചോദിക്കാൻ ജഡ്ജസിനോട്. ജതാൻജി ഓൺ 50, പാർവതിക്ക് 44. 44 on 50 and Venu uncle? 44. 44 again on 50. So Parvati, your total is 88 out of 100.
പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കലെ മാവിലെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ കുരുത്തം കെട്ടവൻ പാട്ട് പോറ് പുതു പാട്ട് കട്ടിയാട്ട പോറ്. ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് ഫ്ലെയർ അലയൻസ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് കൊച്ചി. വാടകയ്ക്ക് ആവശ്യം കാശ് ഇറങ്ങാവുന്ന കളിച്ചോളുന്ന വീടാണ് ഞാൻ ഇറങ്ങൂല.